ഹലോ ഗായ്സ്, ഞാനും എൻ്റെ പെങ്ങളും യാത്ര പോയതായിരുന്നു. ആങ്ങളുടെയും പെങ്ങളുടെയും ഫസ്റ്റ് ഒന്നിച്ചുള്ള യാത്രയാണിത്. അപ്പം അത് ഏറ്റവും മെമ്മറബിൾ ആയിരിക്കണം, അത് ഭയങ്കര സൂക്ഷിച്ച് വെക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ വ്ളോഗ് അല്ലെങ്കിൽ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തത്. കുറേ സീക്വൻസ് ഷൂട്ട് ചെയ്തു, അവരെ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മൾ എറണാകുളം പോകണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ക്രിസ്മസിൻ്റെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ കോട്ടയം കടുത്തുരുത്തിയിലുള്ള മാംഗോഡ് മെഡോസാണ് നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങോട്ട് ചെല്ലുന്നോണം വരെ എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു, ഇവർ കുഞ്ഞു പിള്ളേർക്ക് എങ്ങനെ അത് ഓക്കെ ആകും, അല്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായി തീരും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ പതിയെ ടിക്കറ്റൊക്കെ എടുത്തു. പെർ ഹെഡ് 450 500 സംതിങ് എന്തോ ആയിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ അതിനകത്ത് ഫുഡൊക്കെ എക്സ്ട്രാ ആണ് വന്നിരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തു, നമ്മൾ എൻട്രൻസിൽ കയറി. അപ്പം ഓൾറെഡി അവിടെ നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയുന്ന ഒരു തീമിലേ അല്ല അവരത് റൺ ചെയ്യുന്നത്. അത് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഇതിനകത്തോട്ട് ആരും കയറണ്ട. ഇത് ശരിക്കും പ്ലാന്റ്സിന് വേണ്ടിയിട്ടും കുറേ ഹെർബൽ ഹെറിറ്റേജ് ടൈപ്പ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ റൺ ചെയ്യുന്നൊരു തീം പാർക്കാണിത്. ഒരു 20-25 ആൾക്കാരൊക്കെ ആകുമ്പം അവരെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അവർക്കൊരു ടൂർ ഗൈഡിനെ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഏർപ്പാട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഒരു 1-1.5 അവർ അവരുടെ മെൻറ്ററിങ് ആണ്. അവർ നമ്മളെ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും, ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും, ഇതെന്തൊക്കെയാണ് എന്താണ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പല പ്ലാന്റ്സ് കേട്ട് പരിചയം പോലും ഇല്ലാത്ത പ്ലാന്റ്സ്, അതിൻ്റെ ഗുണഗണങ്ങൾ, അല്ലെങ്കിൽ അതെന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞു തരുന്നിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടുന്ന് പോയത് മീനൂട്ട് പാലം അല്ലെങ്കിൽ ഫിഷ് ഫീഡിങ് ബ്രിഡ്ജിലേക്കാണ് പോയത്. അപ്പം എന്ത് കൺസെപ്റ്റിലാണത് അവർ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരം അധിക പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷിന് ഫുഡ് കൊടുത്താൽ ആ പാപങ്ങൾ തീരുന്നതാണ്. അതിന് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയയാണിത്, ഈ മീനൂട്ട് പാലം എന്ന് പറയുന്നത്. പറഞ്ഞു കേട്ടപ്പോൾ ആദ്യം തമാശയായിട്ടൊക്കെ തോന്നി. ഞാൻ ശാലൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് അവർ തന്നെ ഈ ഫീഡ് ചെയ്യാനുള്ള ഫുഡ് തരും കേട്ടോ. അതൊക്കെ എടുത്തു. നമ്മളെല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് നമുക്ക് ആ ഫിഷിന് ഫീഡ് ചെയ്യാം. അപ്പം നദാൻ അതിട്ട് കൊടുത്തപ്പോഴത്തേക്കാണ് ഇഷ്ടം പോലെ ഫിഷ് വരുന്നുണ്ട്. അത് എന്താ പറയുക, അത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നല്ല വലിയ ഫിഷസാണ്. അത് ഏത് കാറ്റഗറിയാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ കട്ട്ലയാന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. ബട്ട് എനിക്കതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല. ആ കുളത്തിൽ തന്നെ ഈ ഒരു പെഡൽ ബോട്ട് സിസ്റ്റം ഉണ്ട്. ആ പെഡൽ ബോട്ടൊക്കെ നമ്മുടെ ഈ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദ ആക്ടിവിറ്റീസും നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് നീലക്കൊടുവേലി കാണും. നീലക്കൊടുവേലി എല്ലാവരും എനിക്ക് നീലക്കൊടുവേലിയെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. പക്ഷേ നീലക്കൊടുവേലിയെക്കുറിച്ച് അവർ പറഞ്ഞത് നമ്മുടെ ആട് സിനിമയ്ക്കകത്ത് പറയുന്നതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞു. ഈ നീലക്കൊടുവേലിയുടെ വേര് ഒഴുക്ക് വെള്ളത്തിലിട്ട് അത് ഓപ്പോസിറ്റ് റിവേഴ്സിൽ വരും, അല്ലെങ്കിൽ അത് വെള്ളത്തിനൊപ്പം ഒഴുകില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഇതൊക്കെ അവിടെ വിൽക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ റിസർവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. പെഡൽ ബോട്ട് സിസ്റ്റം ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഫിഷ് ഫീഡിങ്, സൈക്ലിങ്, ഗോ കാർട്ട്, ഷൂട്ടിങ്, വാട്ടർ വീല്, പോട്ടറി മേക്ക്, ഷിക്കാര ബോട്ടിങ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ ബേബികളുടെ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് അവരുമായിട്ട് കുറേ ടൈം ഇങ്ങനെ അവിടെ എല്ലാം സ്പെൻഡ് ചെയ്യും. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെയാണ് അറിഞ്ഞത് ഇതിനകത്ത് സ്റ്റേക്കേഷനും ഉള്ള ഒരു ഇതുണ്ട്. സ്റ്റേക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 2 days അല്ലെങ്കിൽ 3 days നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് വരാം. 30 ഏക്കറിലുള്ള ഒരു ഫസ്റ്റ് ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ തീം പാർക്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കോട്ടേജസ് ഉണ്ട്, റൂം എടുക്കാം, പാഡി ഫീൽഡ്സ് നമുക്ക് റെൻറ്റിനെടുക്കാം. അങ്ങനെ ഇതിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു അഡൾട്ട്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാനും വായിക്കാനും എൻഗേജ്ഡ് ആകാനൊക്കെ പറ്റിയൊരു ഇതുണ്ട്. റിലേറ്റ് ചെയ്ത് കുറേ കലാകാരന്മാർ അവരുടെ ഉപജീവനമാർഗം നടത്തുന്നു. ലൈവ് മ്യൂസിക്, ലൈവ് പോട്ടറി, കയറ് പിരി, അങ്ങനെ
കേട്ടത് ഇഷ്ടപ്പെട്ടു. അച്ചാച്ചനാണെങ്കിൽ ബേബികളിനെ ഒന്ന് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിന്നെ തോളലൊക്കെ വെച്ച് കൊടുത്തു. അവിടെ നമ്മൾ ചെല്ലുന്നത് കയറ് പിരിക്കുന്ന യൂണിറ്റിലേക്കാണ്. അവിടെ എങ്ങനെയാണ് ഈ കയറ് പിരിക്കുന്നത് എന്ന് ലൈവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ വളരെ എന്നിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ കളിമണ്ണ് നിർമ്മാണം അത് നമ്മളുണ്ടാക്കിയിരുന്നത് ഏകദേശം നമ്മുടെ പേരിൽ അവർ തന്നു. അതൊക്കെ കുട്ടികളെ എൻഗേജ് ആക്കാനും അവരെ പഴമയിലെ കുറേ നല്ല വശങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് ഈ മാംഗോ മെഡോസ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ എഴുതി വെച്ചിരുന്ന ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പച്ചക്കറികളുടെ പേര് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കുട്ടികളെ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ശരിയാണ്, പലപ്പോഴും കഴിക്കുന്ന സാധനങ്ങളുടെ യഥാർത്ഥ പേരെന്താ രുചി എന്താണെന്ന് അറിയാതെയൊക്കെയാണ് നമ്മുടെ തലമുറ വളരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇതൊക്കെ കാണിച്ച് അവരുടെ പ്രായം അതല്ല എങ്കിലും ഇവരെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിലൂടെ ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഇതുപോലത്തെ പെഡൽ സൈക്കിളാണ്. പിന്നെ ചുറ്റിക്കാപ്പിയിൽ വന്നാൽ പോലെ ഒരു സൈക്കിളൊക്കെ റെൻ്റ് എടുത്ത് ഈ ഫാം ചുറ്റിക്കിറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ചെന്നപ്പോൾ തൊട്ട് ഈ സൈക്കിൾ വേണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 hour നമ്മളവിടെ മെൻറ്ററിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കിത് റെൻ്റിലെടുക്കാൻ പറ്റിയത്. പ്രത്യേക എമൗണ്ട് ഒന്നും കൊടുക്കണ്ട, ഒരു കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കണം. നമ്മൾ 1 hour റൈഡ് കഴിയുമ്പോൾ നമുക്ക് ആ മണി അവർ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഇതൊരു ഫാമിൻ്റെ മോഡലാണ്. അവിടെ തന്നെ കുറേ റാബിറ്റ്സ്, കരിങ്കോഴി, കാടക്കോഴി, ടർക്കി അങ്ങനെ കോഴികളുടെ തന്നെ വലിയ ഒരു ശേഖരം. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്യു ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ റെക്കോർഡും ഈ മാംഗോ മെഡോസിന് കിട്ടിയിട്ടുള്ളതാണ്. ഈ ബൈബിൾ സ്റ്റാച്യുവും ഏറ്റവും വലിയ പരശുരാമൻ്റെ സ്റ്റാച്യുവും ഇവിടെയാണുള്ളത്. അതിൻ്റെ രണ്ടിനെയും ഏഷ്യ ബുക്ക് ഓഫ് റെക്കഗ്നീഷൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ അവർ നേരത്തെ കാണിച്ചിട്ടുണ്ട്. തീം ATM ഇതൊക്കെ കുട്ടികളുമായിട്ട് അവിടെ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുക. കുറേ പക്ഷികളും മൃഗങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ട് അവരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീം ATM അവിടെ ചെയ്യുന്നത്. അത് നമ്മുടെ ബാലന്മേലെ കുട്ടൂസിൻ്റെ ഡാഗിനിയുടെയൊക്കെ കോൺസെപ്റ്റിലാണ് അത് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ബൈബിൾ സ്റ്റാച്യു ആണ് അത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അതിന് പറ്റിയ ഓഡിറ്റോറിയം, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഫുഡ് കോർട്ട്സ് അതെല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. കുറേ നടക്കാനുണ്ട്. നല്ല രസമായിരുന്നു അതിനകത്തൂടെ നടക്കാൻ. നല്ല തണുപ്പത്ത് അല്ലെങ്കിൽ ചെടികളുടെയും മരങ്ങളുടെയും കുറേ ഫ്രഷ് എയർ ശ്വസിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും മെയിനായിട്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ നമുക്ക് 1:45 ആണ് നമുക്ക് ഫുഡിന് അവർ അലോട്ട് ചെയ്ത ടൈം. നമ്മൾ ഫുഡിന് ടൈം അലൗട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെപ്പറേറ്റ് ആണ്. നമ്മളവിടെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മൾ എത്ര ആൾക്കാരുണ്ട് എന്നതിൻ്റെ ആ ചെയറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഞങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അന്ന് ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ ആൾക്കാർ, ഞാനിങ്ങനെ ഒരു അഗ്രികൾച്ചർ തീം പാർക്ക് എന്ന് പറഞ്ഞു പോയതുകൊണ്ട് തിരക്കൊട്ടുമേ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ കുട്ടികളും പാരൻസൊക്കെ നല്ല റഷായിരുന്നു അവിടെ. ഇതിനകത്ത് തന്നെ അരയാൽ, പേരാലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട ഫുഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്.
അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ ഊണൊക്കെ മീൽസാണ് പ്രിഫർ ചെയ്തത്. അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ നമ്മളൊരു ഒരു ഫിലിമിന് ആനിമേഷൻ ഫിലിമിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ 100 rupees പേ ചെയ്യണമായിരുന്നു. അത് 14 പേര് വെച്ചിട്ടുള്ള ഷോസായിരുന്നു, 7 minutes ഡ്യൂറേഷനുള്ള. അപ്പം അതിന് ടിക്കറ്റ് ഞങ്ങൾ കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കണ്ടെന്ന് ഓർത്തിട്ട് അവിടെ ടിക്കറ്റ് കൊടുത്താൽ ഫിലിം കാണാനായിട്ട് കയറി. ഫിലിമിന് ശേഷം നമ്മൾ മറ്റേ പരശുരാമൻ്റെ സ്റ്റാച്ചു കാണുന്ന സ്ഥലത്തോട്ടാണ് വന്നത്. അവിടെയും പോൺസ് ഉണ്ടായിരുന്നു. എല്ലാം പ്രകൃതിയുമായിട്ട് ഇണങ്ങി പ്രകൃതിരമണീയമായ സ്ഥലങ്ങളായിരുന്നു. അതിനകത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, ഒരു കാവുണ്ട്, ഒരു മോസ്ക് ഉണ്ട്. എല്ലാം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ രീതിയിൽ എങ്ങനെ ആ സ്ഥലങ്ങൾ അവർ പ്രിസർവ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പബ്ലിക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. പൂളിൻ്റെ അടുക്കിലോട്ട് ചെല്ലുന്ന ഹൈ ക്ലോറിനേഷൻ്റെ സ്മെല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നദാൻകുട്ടനെ അവനെ ഇറക്കാൻ പോലും എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായില്ല. പെട്ടെന്ന് അവനെ ജസ്റ്റ് കാലടിപ്പിച്ചു. ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ അടിപൊളിയായിട്ട് മാംഗോ മെഡോസിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ട്രെയിനൊക്കെ എടുക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഒരു 4:30 സംതിങ്ങിന് നമ്മൾ അവിടുന്ന് വെളിയിലിറങ്ങി. അവിടുന്ന് 10 minutes ഡ്രൈവ് നമുക്ക് വീട്ടിലോട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറേ ഞങ്ങൾക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് ഞങ്ങൾ പിക്ക് ചെയ്തു. ആദ്യമായിട്ട് നദാൻകുട്ടൻ ബേബികളിനെ എടുത്ത ദിവസമാണിത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ കെട്ടിപ്പിടിച്ചു, ഞങ്ങൾ കൊടുത്തു, പെട്ടെന്ന് ഷോട്ട് എടുക്കാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു എവർ പ്രഷ്യസ് പിക്ചർ കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.